ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അറൗണ്ട് 1% താഴെയാണ്. മൂഡീസ് അമേരിക്കയുടെ റേറ്റിംഗ് AAAയിൽ നിന്ന് AA1 താത്തിയിരുന്നു. ഇതിൻ്റെ ഒരു നേച്ചർ റിയാക്ഷനാണ് ഇന്ന് കാണുന്നത്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള നേച്ചർ റിയാക്ഷൻ കണ്ടേക്കാം. അഡ്വാൻസ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏഷ്യൻ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് ചെയ്യണമെന്ന് മാത്രം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3227 പെർ ഔൺസ് ആണ്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ റുപ്പി ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ് വീക്ക്നെസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഫണ്ടുകളും വെള്ളിയാഴ്ച വലിയ രീതിയിലാണ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഒപ്പം അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്ന ADRകൾ ഡോക്ടർ റെഡ്ഡീസ് ഒഴികെ മറ്റ് ADRകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് Q4 റിസൾട്ടുകൾ തന്നെയാണ് മേജറായിട്ടുള്ള ഇവൻ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ആംബർ എൻ്റർപ്രൈസസ്, പ്രീമിയർ എനർജീസ്, ഈ സ്റ്റോക്കുകളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. ഈ കമ്പനികളൊക്കെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഇന്ന് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായേക്കാം. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഡിഫൻസ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ റാലി ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മൾ ഗ്ലോബൽ PEs ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ PEയിലാണ് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നത്. സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നല്ലത്. PSU ഡിഫൻസ് കമ്പനികളായ HAL, BEL, അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, BEML, ഈ സ്റ്റോക്കുകളൊക്കെയാണ് കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് ലെവലിലുള്ള PE റേഷ്യോയിൽ ട്രേഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലായിരിക്കാം ആക്ഷൻസ് വരാൻ പോകുന്നത്. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചുള്ള ഡാറ്റ പാറ്റേൺ പോലുള്ള ഓഹരികൾ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ഭയം കാണാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഹൈ PEയിലാണ് സ്റ്റോക്കുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത്. ഹൈ PE വലിയ രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. വലിയ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്രൊജക്ഷൻസ് ഒക്കെ ബെറ്റർ ആവുന്ന കമ്പനികളിൽ മാത്രമാണ് ഹൈ PE സസ്റ്റെയിൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആവണം. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാങ്ങിയിട്ടുള്ള PSU ഡിഫൻസ് സ്റ്റോക്കുകളിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് തന്നെയാണ് ഗ്ലോബലി ചെറുതായിട്ടുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നേക്കാം. എന്നിരുന്നാലും അമേരിക്കയിലെ എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് വലിയ രീതിയിലുള്ള ടഫ് മെഷേഴ്സ് കണ്ടിന്യൂ ആനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകളൊന്നും തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് നമ്മളെ സംബന്ധിച്ച് Q4 റിസൾട്ടുകൾ തന്നെയാണ് മേജറായിട്ടുള്ള അട്രാക്ഷനായിട്ട് വരുന്നത്. ഈ ആഴ്ചയിലും ധാരാളം Q4 റിസൾട്ടുകളുണ്ട്. ഒപ്പം ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റുകളും നടത്തിയേക്കാം PSU കമ്പനികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്ന ഡിസിഷൻ നന്നായിരിക്കും, വെരി ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റേ എവരി റൈസിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകൾ അഡാനി എൻ്റർപ്രൈസസ്, വേദാന്ത ലിമിറ്റഡ്, യെസ് ബാങ്ക്, ഒപ്പം മെറ്റൽ ഷെയർസ്, സ്റ്റീൽ സ്റ്റോക്കുകൾ, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ബെറ്റർ എക്സ്പെക്റ്റേഷനാണ് അടുത്ത ക്വാർട്ടേഴ്സിലേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ സ്റ്റോക്കുകൾ, ഒപ്പം ഓർഡർ ബാങ്കിങ് കമ്പനികളുണ്ട്. സ്മോൾ മോഡുലർ റിയാക്ടർ സെഗ്മെൻറ്റിലേക്ക്, ന്യൂക്ലിയർ പവർ സെഗ്മെൻറ്റിലേക്ക് കടക്കാനായി ഡിസ്റ്റ് എടുത്തിട്ടുള്ള RVNL പോലുള്ള ഓഹരികളിൽ ഒരുപക്ഷെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ റാലിയിൽ, ഡിഫൻസ് റാലിയിൽ പങ്കെടുക്കാത്ത ജോൺ കോക്കറിൽ പോലുള്ള ഡിഫൻസ്
റിലേറ്റഡ് സ്റ്റോക്കുള്ളവർ പക്ഷേ താഴെ ലെവലിൽ ബയ്യും കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നിഫ്റ്റി PSU ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 20 PSU സ്റ്റോക്കുകളുള്ള ഇൻഡെക്സ് ആണ്. 200 ഡേ മൂവിങ് ആവറേജിന് മുകളിലാണ് ഈ ഇൻഡെക്സ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഓവർ വാല്യുവേഷനെ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും ഹൈ പിയിലുള്ള സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളൊരു സജഷൻ തന്നെയാണ് ഞാൻ നൽകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നിഫ്റ്റിയുടെ ഓവറോൾ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ മന്തിൻ്റോട് കൂടി വീണ്ടും നിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ്. ദീപാവലിയോട് കൂടിയിട്ട് പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ബോർഡർ റിലേറ്റഡ് ഇഷ്യൂസ് വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായ വോളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റേബിൾ പോയിന്റിലാണ് നമ്മുടെ മാർക്കറ്റ് നിൽക്കുന്നത്. എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ആയാലും അതുപോലെ തന്നെ Q4 GDP വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയിൽ Q4 GDP അനൗൺസ്മെൻറ്റ് വരും. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒപ്പം മൺസൂൺ ഏർലി മൺസൂണാണ് ഈ വർഷം. ഓൾറെഡി കേരളത്തിൽ മൺസൂൺ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പൊതുവെ വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ബയാസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു ഡിസിഷൻ മാത്രം എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.